പിണറായി വിജയൻ സർക്കാർ മന്ത്രിസഭയിൽ ഒരുപക്ഷെ ഏറ്റവും പേരുകേട്ട മന്ത്രിമാരിൽ ഒരാൾ തന്നെയാണ് വീണ ജോർജ്. അതിൽ തന്നെ സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം ഫലപ്രദമായി ചെറുക്കാൻ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞുവെന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യം. മറുവശത്ത് സർക്കാർ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടാത്തത് കൊണ്ട് അതൊരു മിഥ്യാധാരണയായി തോന്നിയെന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. അത്തരം വിമർശനങ്ങൾ ഇപ്പോഴും ശക്തമാണ്. അത്തരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലെ മികവ് കൊണ്ടും ആരോഗ്യ വകുപ്പിലെ ഡിജിറ്റലൈസേഷൻ, വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ, അങ്ങനെ വീണ ജോർജിന്റെ നേട്ടങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്കും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ കുറച്ചധികം കാലമായി ആരോഗ്യമന്ത്രിയുടെ ഇമേജ് അത്ര നല്ലതല്ലെന്ന് പറയേണ്ടി വരും. പാവം വീട്ടമ്മയായ ഉഷയുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നിയതടക്കം മെഡിക്കൽ കോളേജ് അടക്കമുള്ള ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നത് തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം, അതുപോലെ പൊതു ആരോഗ്യ രംഗത്തെ മെഡിക്കൽ അനാസ്ഥകൾ, ഏറ്റവും ഒടുവിൽ KSU പ്രവർത്തകർ ആക്രമിക്കാതെ തന്നെ കഴുത്തുളുക്കിയ സംഭവം, അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വീണ ജോർജിനെ വിവാദങ്ങൾ പിന്തുടരുകയാണ്. എന്നിരുന്നാലും വരുന്ന ഇലക്ഷനിലും പാർട്ടി ആരോഗ്യമന്ത്രിയെ വീണ്ടും മത്സരിപ്പിക്കുമെന്നായിരുന്നു പുറത്തു വന്നിരുന്ന സൂചനകൾ. എന്നാൽ അപ്രതീക്ഷിതമായി അതിൽ ഇന്ന് രാവിലെ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചു. കുടുംബപരമായ കാരണങ്ങളാൽ വീണയെ ഇത്തവണ മത്സര രംഗത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ഒരാൾ ആവശ്യപ്പെട്ടത് മറ്റാരുമല്ല, വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് തന്നെയാണ് നേരിട്ട് ഇക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതും. എന്തായാലും ഈ ഒരു ട്വിസ്റ്റുകൾ പാർട്ടിക്കും ഒരു ക്ഷീണമായി എന്ന് പറയേണ്ടി വരും. കാരണം ഓർത്തഡോക്സ് സഭ മുൻ സെക്രട്ടറി കൂടിയായ ജോർജ് ജോസഫിന്റെ ഈ നീക്കം CPM കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആവശ്യം മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ ഒരു പരിധിക്കുമപ്പുറം പാർട്ടിക്ക് സാധിക്കുകയുമില്ല. ആറന്മുളയിൽ വീണ ജോർജിന്റെ പേര് മാത്രം ശുപാർശ ചെയ്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ പുതിയ പ്രതിസന്ധി പാർട്ടിയെ വലിയ ആശയക്കുഴപ്പത്തിലാക്കിയെന്ന് വേണം പൊതുവെ പറയാൻ. ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയിൽ ആറന്മുള നിലനിർത്താനായിരുന്നു പാർട്ടിയുടെ അല്ലെങ്കിൽ CPMന്റെ നീക്കം. ആറന്മുളയിലെ വീണയുടെ വിജയത്തിന് പിന്നിലെ ചാലക ശക്തി ഭർത്താവ് ജോർജ് ജോസഫ് തന്നെയെന്നതും വാസ്തവമാണ്. മാതൃഭൂമിയും റിപ്പോർട്ടറും അടക്കമുള്ള മുൻനിര മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച ചേർന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം ഗൗരവകരമായി ചർച്ച ചെയ്തു. യോഗത്തിൽ പങ്കെടുത്ത കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് വിവരം സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫോണിലൂടെയും നേരിട്ടും പാർട്ടിയിലെ സംസ്ഥാന ജില്ലാ നേതാക്കളോട് ജോർജ് ജോസഫ് തന്റെ ഈ ആവശ്യം അറിയിച്ചതായാണ് വിവരം. വീണ ജോർജ് CPM സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവായതിനാൽ പാർട്ടി സംസ്ഥാന നേതൃത്വമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. സഭയ്ക്കുള്ളിൽ വലിയ സ്വാധീനമുള്ള ഈ ജോർജിന്റെ, അതായത് വീണ ജോർജിന്റെ ഭർത്താവിന്റെ നിലപാട് അവഗണിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ഭയം കൂടി പാർട്ടിക്കുണ്ട്. 2016 മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ചാണ് വീണ ജോർജ് ആറന്മുളയിൽ CPM ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചത്. 2021 വിജയം ആവർത്തിച്ച അവർ പിണറായി മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തു വരികയാണ്. അതേസമയം കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ് വീട്ടിൽ വിശ്രമിക്കുന്ന വീണ ജോർജിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെ ലഭ്യമായിട്ടുമില്ല. വീണയോടും ഭർത്താവിനോടും നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അറിഞ്ഞ് അതിലൊരു തീരുമാനമെടുക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ നീക്കം. ആറന്മുളയിൽ വീണ മാറിയാൽ ഒരുപക്ഷെ പകരം ആര് എന്ന ചോദ്യവും ഇപ്പോൾ സജീവമായിട്ടുണ്ട് പാർട്ടിക്കിടയിൽ തന്നെ. കണ്ണൂരിലെ KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും വീണ ജോർജിന് വലിയ പ്രതിസന്ധിയായി മാറിയിരുന്നു. അപ്പോഴും രാഷ്ട്രീയമായി അതിനെ നേരിടാനായിരുന്നു മന്ത്രിയുടെ ശ്രമം. അതിനിടെ വീണ്ടും ആറന്മുളയിൽ വീണ മത്സരിക്കുമെന്നും പ്രചരണം എത്തിയിരുന്നു. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായ നമ്മൾ പറഞ്ഞ പോലുള്ള ഈ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. അതിനിടയിൽ മറ്റൊരു നിർണായക വാർത്ത കൂടി ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അത് മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള KK ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള അത് സംബന്ധിച്ച ഒരു വാർത്തയാണ്. ഇത്തവണ പേരാവൂരിൽ നിന്നാണ് KK ശൈലജ ടീച്ചർ ജനവിധി തേടുന്നത്. അതേസമയം മട്ടന്നൂരിലെ സിറ്റിംഗ് സീറ്റിൽ നിന്നും മാറ്റി ശൈലജയെ വിജയസാധ്യത കുറഞ്ഞ പേരാവൂരിൽ മത്സരിപ്പിക്കുന്നത് ഒതുക്കൽ തന്ത്രമാണെന്ന ആക്ഷേപവും ശക്തമാണ്. മത്സരിക്കാൻ ശൈലജ സന്നദ്ധത അറിയിച്ചെന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇതേക്കുറിച്ച് സ്ഥിരീകരണം നൽകാൻ KK ശൈലജ തയ്യാറായിട്ടില്ല. നിലവിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിച്ചു കഴിഞ്ഞു. അതേസമയം തളിപ്പറമ്പിൽ PK ശ്യാമള മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും മട്ടന്നൂരിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട KK ശൈലജയെ UDFന്റെ കൈവശമുള്ള പേരാവൂർ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സണ്ണി ജോസഫിനെതിരെ കളത്തിലിറക്കാനാണ് CPMന്റെ ഇപ്പോഴത്തെ നീക്കം. 5 തവണ മത്സരിച്ചു എന്ന കാരണം പറഞ്ഞാണ് ശൈലജയെ മട്ടന്നൂരിൽ നിന്നും പാർട്ടി മാറ്റിയത്. ഇവിടെ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിനെ മത്സരിപ്പിക്കാനാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. അതേസമയം
നിലവിൽ തലശ്ശേരി MLA-യും സ്പീക്കറുമായ AN ഷംസീറിന് പകരം കാരായി രാജനെ മത്സരിപ്പിക്കാനാണ് തീരുമാനമെന്ന റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. മറുവശത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിൽ KK ശൈലജയ്ക്ക് അതിർത്തിയുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. മട്ടന്നൂരിൽ നിന്ന് മാറ്റിയത് എന്തിനെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ KK ശൈലജ ചോദിച്ചിരുന്നു. 2 തവണ മത്സരിച്ചവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടല്ലോ എന്നായിരുന്നു KK ശൈലജയുടെ ചോദ്യം. പിണറായി വിജയൻ അടക്കമുള്ള പലരും സിറ്റിംഗ് സീറ്റിൽ വീണ്ടും മത്സരിക്കുമ്പോഴാണ് ടീച്ചറെ ഒതുക്കുന്ന തന്ത്രം CPM പയറ്റി എന്നുള്ളതാണ് രാഷ്ട്രീയ എതിരാളികളുടെ പ്രധാന ആക്ഷേപം. അതേസമയം പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ ശൈലജ മത്സരിക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലുമുണ്ട്. ടീച്ചർക്ക് സീറ്റ് നിഷേധിച്ചാൽ അത് സംസ്ഥാനത്ത് CPM-ന്റെ വിജയസാധ്യത കുറയ്ക്കുമെന്നും അത് ചർച്ചയാകുമെന്നും വിലയിരുത്തലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് മത്സരിക്കാൻ അവസരം നൽകിയെന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാനായാണ് CPM ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച KK ശൈലജ പരാജയപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പേരാവൂരിലും CPM-ന് വിജയസാധ്യത കുറവാണ്. ഇനിയൊരു തോൽവി കൂടി നേരിട്ടാൽ ഒരുപക്ഷെ അത് KK ശൈലജയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ അന്ത്യമാകുമെന്നതും ഏറെക്കുറെ ഉറപ്പാണ്. പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ടേമിൽ ഇളവ് വേണ്ടെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം അതേപടി നടപ്പാക്കുകയാണ് മട്ടന്നൂരിന്റെയും തലശ്ശേരിയുടെയും കാര്യത്തിൽ ജില്ലാ നേതൃത്വവും ചെയ്തത്. 2021 സംസ്ഥാന ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷമായ 60,963 വോട്ട് ലഭിച്ച മട്ടന്നൂർ നിലനിർത്താൻ ശൈലജ വേണമെന്നില്ലെന്നായിരുന്നു ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. ജനപ്രീതി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കടുപ്പമുള്ള സീറ്റിൽ മത്സരിക്കട്ടെ എന്ന അഭിപ്രായം MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചതായും അറിയുന്നു. എന്നാൽ ഇളവോടെ താരതമ്യേന സുരക്ഷിത മണ്ഡലം, അതായത് ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം നൽകേണ്ടി വന്നാൽ വനിതാ സ്ഥാനാർത്ഥിക്കായി നീക്കിവെച്ച തളിപ്പറമ്പാകും ഒരുപക്ഷെ പരിഗണിക്കുക. അവിടെ ഇപ്പോഴുള്ള പ്രധാന പേര് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയുടേതാണ്. 5 തവണ മത്സരിച്ച ശൈലജ 4 ജയങ്ങളോടെ 20 വർഷത്തോളം MLA ആയിരുന്നു. 3 മണ്ഡലങ്ങളിലായാണ് ജയങ്ങൾ. 1996-ലും 2016-ലും കൂത്തുപറമ്പിലും 2006-ൽ പേരാവൂരിലും 2021-ൽ അവസാനം മട്ടന്നൂരിലും. 2011-ൽ ശൈലജയെ തോൽപ്പിച്ച സണ്ണി ജോസഫിൽ നിന്ന് പേരാവൂർ തിരിച്ചുപിടിക്കാൻ അവിടെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം 2016-ലും 2021-ലും പാർട്ടിയിൽ ഉയർന്നിരുന്നുവെങ്കിലും സുരക്ഷിത മണ്ഡലങ്ങൾ അവർക്കായി നൽകി. പാർട്ടിക്ക് പുറത്തുള്ളവർ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്നുവരെ സാധ്യത കാണുന്ന നേതാവിനെ ഒഴിവാക്കുന്നത് സംസ്ഥാന തലത്തിൽ ചർച്ചയാകുമെന്ന ആശങ്ക ഇപ്പോഴും CPM-നുണ്ട്. കഴിഞ്ഞ തവണ മന്ത്രിസഭാ രൂപീകരണത്തിൽ ശൈലജ തഴയപ്പെട്ടതും വിവാദമായിരുന്നു. അതേസമയം സംഘടനാ രംഗത്ത് തഴയപ്പെടുന്ന P ജയരാജനെ പാർലമെന്ററി രംഗത്തും പരിഗണിക്കാനിടയില്ലെന്നുള്ള കാര്യവും ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന ഒരു ഘട്ടമാണ്. പൊതുരാഷ്ട്രീയ രംഗത്തു നിന്നുള്ള വിരാമത്തിന്റെ സൂചനയാണ് ഇത്തരത്തിൽ P ജയരാജൻ നൽകുന്നതും. മുതിർന്ന നേതാക്കളിൽ ചിലരെ മത്സരിക്കാൻ ഇറക്കാനുള്ള ആലോചന CPM നേരത്തെ തന്നെ ഉപേക്ഷിച്ചിരുന്നു. തോമസ് ഐസക്കും MM മണിയും സ്ഥാനാർത്ഥിമാരാകില്ല എന്ന പ്രഖ്യാപനവും വന്നു. ഉടുമ്പൻചോലയിൽ മണിക്ക് പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ മത്സരിക്കും. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M സ്വരാജ്, PK ബിജു, പുത്തലത്ത് ദിനേശൻ, EP ജയരാജൻ എന്നിവരൊന്നും നിലവിൽ സ്ഥാനാർത്ഥികളാവില്ല എന്നതും പാർട്ടിയെ സംബന്ധിച്ച് ഏറെ ആലോചിച്ചെടുത്ത തീരുമാനങ്ങളാണ്. എന്തായാലും 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിസഭയിലെ 3 വനിതാ മന്ത്രിമാരിൽ ഏറ്റവും പേരും പുകഴും നേടിയ വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടി എന്ത് തീരുമാനമെടുക്കുമെന്നത് ഇലക്ഷൻ അടുത്ത നിൽക്കുന്ന ഘട്ടത്തിൽ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.